എൻ്റെ പേര് അധ്യക്ഷ് KB. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. MBA MSW PG കോഴ്സിൽ നിന്ന് പഠിച്ചു. ഞാൻ ഇവിടെ ജയഭാരതിലെ എൻറിച്ച് ഓഫ് ഗവൺമെൻറ്റ്സ് എന്ന സിവിൽ സർവീസ് അക്കാഡമിയിൽ മാത്സ് പരിശീലിപ്പിക്കുന്നു. അതുപോലെ തന്നെ പെരുമ്പാവൂർ ബ്രൈറ്റ് അക്കാഡമി, കരിയർ ടോപ്പ്, റഷീദി അക്കാഡമി എന്നീ സ്ഥാപനങ്ങളിൽ മാത്സ് പരിശീലിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ജയഭാരതിൻ്റെ എൻട്രൻസിൽ ഒരു ഫാക്കൽറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, നമ്മളിവിടെ അടുത്ത ഈ വർഷത്തെ 2020 കീം എന്ന് പറയുന്ന എൻട്രൻസിൽ നമ്മൾ മാത്സ് പരിശീലനമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ വർഷം 2020 കീമിൽ +2-ൽ +1-ഉം +2-ഉം ചേർത്ത് +1-ൽ 16 പാഠവും +2-ൽ 13 പാഠവും, മൊത്തം 29 പാഠമാണ് പഠിക്കാനുള്ളത്. +1-ലെ പാഠമാണ് പ്രാരംഭമായിട്ട് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് +2 ഭാഗങ്ങൾ കുറച്ചുകൂടി ലാസ്റ്റായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം +1 ആണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും +1-ലെ പാഠഭാഗങ്ങൾ ഒന്നായിട്ട് പഠിച്ച് +2-ലേക്ക് ഓർമ്മ വിട്ടുപോയിരിക്കുന്ന ഭാഗങ്ങളാണ് +1. അതുകൊണ്ട് +1-ൻ്റെ പാഠങ്ങൾ ആദ്യം പഠിപ്പിക്കുകയും അതിനുശേഷം +2 പഠിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുകയും അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ജയഭാരത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് അടങ്ങുന്ന ടെക്സ്റ്റ് 2000 മുതൽ 2019 വരെയുള്ള പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം, ചാപ്റ്റർ വൈസ് ചെയ്ത് നോക്കണം. അത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും അതിനകത്ത് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും തരുന്നത്. പക്ഷേ നിങ്ങളത് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ പരിശീലിക്കണം. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ചാപ്റ്റർ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ് +1 തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ് എന്താണ്? സെറ്റ് എന്ന് പറഞ്ഞത്, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കുത്തുചീട്ട് എടുക്കുകയാണ്. ഒരു കുത്തുചീട്ടിൽ 52 കാർഡുണ്ട്. ഈ 52 കാർഡിന് പ്രത്യേകത ഉണ്ട്. എന്താണ് അതിന് പ്രത്യേകത? എന്താണ്? 52 കാർഡും വ്യത്യസ്തമാണ്, അല്ലേ? 52 കാർഡും വ്യത്യസ്തമാണ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെറ്റ് ഈസ് ദ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് എന്നാണ് പറയുന്നത്. സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. വ്യത്യസ്തമായ ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ് സെറ്റ്. എന്താണ്? വ്യത്യസ്തമായ ഒബ്ജക്റ്റുകളുടെ കളക്ഷനാണ് സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഒബ്ജക്ട്സ്? ഒബ്ജക്ട്സ് ആണ് സെറ്റിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒബ്ജക്ട്സിനെയാണ്, ഈ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിനെയാണ്. ഞാൻ എഴുതുമ്പോൾ മനസ്സിലാവും വിചാരിക്കുന്നു. എലമെന്റ്സ് ഓഫ് സെറ്റ്. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഭാഗങ്ങൾ എന്താണ് സെറ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. സെറ്റ് ഈസ് ദ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ്. ഇത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം, എങ്ങനെ സെറ്റ് നമുക്ക് എഴുതാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സെറ്റ് നമ്മൾ 2 വിധത്തിലാണ് എഴുതുന്നത്. ഒന്ന് റോസ്റ്റർ ഫോം, രണ്ടാമത് സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റിൽ എഴുതും, കേർലി ബ്രാക്കറ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എലമെന്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതും. ഇതാണ് നമ്മുടെ റോസ്റ്റർ ഫോം. ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ, ആ വാക്യം തന്നെ അർത്ഥമുണ്ട്. സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞ വേരിയബിളിന്റെ പ്രത്യേകത എഴുതും, അല്ലെങ്കിൽ ആ വേരിയബിളിന്റെ ഫീച്ചർ എഴുതും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? ലിമിറ്റ് കൊടുക്കണേ ലിമിറ്റ് കൊടുക്കാം. അങ്ങനെ നമ്മൾ വേർഡ്സിലൂടെ ഒരു സെറ്റിനെ നമ്മൾ ബിൽഡ് ചെയ്ത് എഴുതുന്നതാണ്. അതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇതാണ് സെറ്റിന്റെ എന്താണ് റെപ്രസെന്റേഷനിൽ വരുന്ന ഭാഗങ്ങൾ, സെറ്റ് ബിൽഡർ ആൻഡ് റോസ്റ്റർ ഫോം. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ വിധത്തിലുള്ള സെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നൾ സെറ്റ്. എന്താണ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെറ്റിനുള്ളിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, അതായത് എലമെന്റ്സ് നള്ളാണെങ്കിൽ നമുക്ക് പറയാം നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയാം. എന്താണ്? എലമെന്റ്സ് ഇല്ലാത്ത സെറ്റ്. എന്താണ് നൾ സെറ്റ്? നൾ സെറ്റ് എന്ന് പറഞ്ഞതാണ് എലമെന്റ്സ്
ഇല്ലാത്ത സെറ്റ്. എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനാണ് നമ്മൾ നൾ സെറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? വിച്ച് ഈസ് നൾ സെറ്റ്? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് നൾ സെറ്റ്? നൾ സെറ്റ് എന്താ നമ്മൾ പറഞ്ഞു? എലമെന്റ്സ് ഇല്ലാത്ത സെറ്റ്. ഓപ്ഷൻ എ 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0 എന്ന് പറഞ്ഞ എലമെന്റ് അവിടെ ഉണ്ട്, അതുകൊണ്ട് നൾ സെറ്റ് അല്ല. രണ്ടാമത്തെ പറയുന്നത് x greater than 0 അല്ലെങ്കിൽ x less than 0 എന്ന് പറയുമ്പോൾ അവിടെ എലമെന്റ്സ് ധാരാളം ഉള്ളതുകൊണ്ട് നൾ സെറ്റ് അല്ല. x square is equal to 4 or x is equal to 3 എന്ന് പറഞ്ഞാൽ x is equal to 3 ഓൾറെഡി ഉണ്ട്, അതായത് അവിടെ ഓൾറെഡി എലമെന്റ് ഉണ്ട്. x square is equal to 4 എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പ്രത്യേകത? എന്താ? x is equal to 4 എന്ന് പറഞ്ഞാൽ x is equal to plus or minus root 4, x is equal to plus or minus 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ 3 എലമെന്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നൾ സെറ്റ് അല്ല. ഇനി പറയുന്നത് ഡി ഓപ്ഷൻ x square plus 1 is equal to 0. x square plus 1 is equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് എഴുതി നോക്കാം. x square plus 1 is equal to 0 എന്ന് പറഞ്ഞാൽ x is equal to minus 1, x square is equal to minus 1. ഓക്കെ, എന്താവും? പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. x square is equal to minus 1 വരും. അങ്ങനെയാണെങ്കിൽ x is equal to എന്ത് വരും? പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1 ആണ് വരുന്നത്. നമുക്കൊരു കാര്യം അറിയാം, റൂട്ടിനുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമാജിനറി നമ്പർ ആണ്. ഓക്കെ, x is equal to അപ്പൊ എന്താണെന്ന് എലമെന്റ് എന്താണ്? ഇമാജിനറി ആയിട്ട് വരും. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? x ബിലോങ്സ് ടു r എന്നാണ് പറയുന്നത്, അതായത് റിയൽ നമ്പറിലെ എലമെന്റ്സ് ആണ് വരാമോ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇമാജിനറി ആണ്. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ആവുമ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി എന്താവില്ല, യോജിക്കുന്നതല്ല, എലമെന്റ്സ് ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇമാജിൻ നമ്പർ ആണ് ഈ സെറ്റിൽ വരുന്നത്, പക്ഷേ റിയൽ നമ്പർ ആണ് വരാമുള്ളൂ. അതുകൊണ്ട് എന്ത് പറയാം? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി. ഓക്കെ, നമുക്ക് വേറെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. a is equal to xy then power set of a, ഇതാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ ഏതൊക്കെയാണ്? ഈ ഗിവൺ xy എന്ന് പറയുന്ന എലമെന്റുള്ള സെറ്റ് എയുടെ സബ്സെറ്റുകൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇതിന്റെ പവർ സെറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, സെറ്റ് എ ഓപ്ഷൻ എ ബി സി ഡി, അങ്ങനെയാണ് ഇതിന്റെ ഏതാണ് പവർ സെറ്റ് വരുന്നത്? നമുക്ക് ഒരു കാര്യം അറിയാം, നമ്മളൊന്ന് എഴുതി നോക്കുക. 2 എലമെന്റ് ഉണ്ട്, ഈ 2 എലമെന്റ് പവർ സെറ്റ് എഴുതി നോക്കുക. പവർ സെറ്റ് ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ എന്ത് വരും? ആദ്യം നൾ സെറ്റ് എഴുതാം. നമ്മൾ എന്താണ് പറഞ്ഞത്? മാക്സിമം പോസിബിൾ ഓൾ സബ്സെറ്റ് ഓഫ് ഗിവൺ സെറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് പരമാവധി സബ്സെറ്റുകളുടെ എണ്ണമാണ് നമ്മുടെ പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നൾ എഴുതി xy എന്ന് പറയുന്ന സെറ്റിന് പവർ സെറ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. xy. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നൾ സെറ്റ് എഴുതി, പിന്നെ a എന്ന സെറ്റ് എഴുതാം, പിന്നെ x എന്ന് പറയുന്ന എലമെന്റ് എഴുതാം, പിന്നെ y എന്ന് പറയുന്ന എലമെന്റ് എഴുതാം. ഓക്കെ, അങ്ങനെ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഈ ഓപ്ഷൻ എവിടെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതൊക്കെ ഓപ്ഷൻ തെറ്റാണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പവർ സെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാം. എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? നമ്മൾ ടൈപ്സ് ഓഫ് സെറ്റ് എന്നുള്ള ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത്. സബ്സെറ്റ് എന്ന് പറഞ്ഞു, പവർ സെറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ് യൂണിവേഴ്സൽ സെറ്റ് എന്നതാണ്. ഓക്കെ, എന്താണ് സെറ്റ്? നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സെറ്റുകളുടെ ഓൾ കളക്ഷൻ, അതാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്തായിരിക്കും? ടോട്ടൽ പോപ്പുലേഷൻ ഇൻ വേൾഡ്, അതായത് വേൾഡിലുള്ള മൊത്തം പോപ്പുലേഷൻ. ഓക്കെ, എന്ന് പറയും പോലെ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എടുക്കുന്ന സെറ്റ്, സെറ്റ് എ സെറ്റ് ബി എടുക്കുകയാണ്. അങ്ങനെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എയും ബിയും കവർ ചെയ്യുന്ന സെറ്റാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സെറ്റിന്റെ ഓൾ എലമെന്റ്സ് എവിടെ ഉണ്ടാവും? യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. വീണ്ടും പറയണമെങ്കിൽ പറയാം, യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ചർച്ചയ്ക്ക് എടുക്കുന്ന, നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സെറ്റുകളുടെ ഓൾ എലമെന്റ്സ് ഉണ്ടാകുന്ന വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഗിവൺ സെറ്റ് എ, ഗിവൺ ഒരു സെറ്റ് എ തന്നിട്ടുണ്ട് 1 3 5, ബി സെറ്റ് തന്നിട്ടുണ്ട് 2 4 6, സെറ്റ് സി തന്നിട്ടുണ്ട് 0 2 4 6 8. അങ്ങനെയാണെങ്കിൽ which of the following may be considered as universal set for all the 3 set A, B and C? ഈ 3 സെറ്റുകൾ വെച്ചിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നത്? ഓരോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് തന്നിട്ടുണ്ട്, ഒന്നാം സെറ്റ് ഓപ്ഷൻ അല്ല, 1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്.
0 1 2 3 4 5 6. ഇനി രണ്ടാമത്തത് 9. മൂന്നാമത്തത് 0 1 2 3 4 5 6 7 8 9 10. ഇനി നാലാമത്തെ വന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8. ഓക്കെ, ഈ നാലിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ only 1. ഓപ്ഷൻ ബി only 3. ഓപ്ഷൻ സി 1 and 3. ഓപ്ഷൻ ഡി 3 and 4. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ഏതാണ് എ ബി സി എന്ന സെറ്റുകൾ ഉൾപ്പെടുന്ന യൂണിവേഴ്സൽ സെറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് 1 2 3 4 ഈ 4 സെറ്റ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പറയുന്നത് 1 മാത്രമാണ്, അതായത് ഒന്നാമത്തെ നമ്പർ മാത്രമാണ് എന്ത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും ഒന്നാമത്തെ സെറ്റ് മാത്രം പറയാൻ പറ്റില്ല, കാരണം സി എന്ന് പറയുന്നത് ഇത് രണ്ടും ശരിയാണ്, പക്ഷെ സിയിൽ എന്തുണ്ട്? 8 ഉണ്ട്. 8 പറ്റില്ല, അതുകൊണ്ട് യൂണിവേഴ്സൽ സെറ്റ് ആവില്ല. നൾ സെറ്റ് ഒരിക്കലും യൂണിവേഴ്സൽ സെറ്റ് ആവുന്നില്ല. മൂന്നാമത് പറയുന്നത് എന്താണ്? 1 2 0 to 10 എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ എന്താണ് പറയുന്നത്? 1 to 8. ഓക്കെ, നമുക്ക് 1 അല്ലാതെ മനസ്സിലാക്കാം, 2 അല്ലാതെ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 നോക്കിയാലോ? നാലാമത്തെ ഓപ്ഷൻ നോക്കി, അതും ശരിയാവില്ല, കാരണം 1 തൊട്ട് 8 വരെയാണ് പറയുന്നത്. 0 ഉണ്ട്, 0 വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 3 മാത്രമാണ് ശരി, ബാക്കി 3 എണ്ണം തെറ്റാണെന്ന് മനസ്സിലാക്കാം. 3 മാത്രമാണ് ശരിയെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? പവർ സെറ്റ്, സബ്സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അപ്പോൾ ഓരോ ഭാഗം പഠിച്ചും അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് സെറ്റ്സ്. ആൾജിബ്ര ഓഫ് സെറ്റ്സ്. ആൾജിബ്ര ഓഫ് സെറ്റ്. ഞാൻ ഒരു സെറ്റിനെ എഴുതാം. സെറ്റ് എ, സെറ്റ് ബി, ഓക്കെ. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാൻ ഓരോന്നും ജസ്റ്റ് പറയാം. സമയം എടുത്ത് പറയേണ്ടതാണ്, പക്ഷെ സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്താണ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി, ഇത് പറയുന്നത് യൂണിയൻ എന്നാണ്. എന്താണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? എയിലെയും ബിയിലെയും ടോട്ടൽ എലമെന്റ്സ്, അതാണ് എ യൂണിയൻ ബി. എന്താണ്? ടോട്ടൽ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. നോ റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷൻ പാടില്ല. ഓക്കെ, ഇതാണ് ടോട്ടൽ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. അവിടെ റിപ്പീറ്റേഷൻ പാടില്ല. റിപ്പീറ്റഡ് ആയിരുന്ന എലമെന്റ്സ് നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് എ ഇന്റർസെക്ഷൻ ബി? എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? ഓക്കെ, അങ്ങനെ നമ്മൾ എ യൂണിയൻ ബി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബിയുടെ നമുക്കൊന്ന് എഴുതി നോക്കാം. അതിന്റെ മറ്റേലേക്ക് വരാം. റിപ്പീറ്റേഷൻ പാടില്ലാത്ത എലമെന്റ്സ് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയിലും ബിയും ടോട്ടൽ എലമെന്റ്സ് 1 to 8 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 2 3 4 4 ഇല്ല, 5 6 7 8. ഇതാണ് ടോട്ടൽ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി എ ഇന്റർസെക്ഷൻ ബി പറയാണ്. എന്താണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? കോമൺ എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമൺ എലമെന്റ്സ് ഏതൊക്കെയുള്ളത് നോക്കാം. കോമൺ എലമെന്റ്സ് 5 6 ആണ് കോമൺ വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വരുന്നത്? ഇന്റർസെക്ഷനിൽ 5 6 ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻസ് ഓഫ് സെറ്റ്. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് ഓഫ് സെറ്റ്. എന്താണ് ഡിഫറൻസ് ഓഫ് സെറ്റ്? എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ
ബി എന്ന് പറയുന്ന സെറ്റിൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പഠിക്കാൻ എളുപ്പമുണ്ട്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് മുമ്പാണല്ലോ മൈനസ് വന്നിരിക്കുന്നത്. അപ്പൊ ബി സെറ്റിലെ എലമെന്റ്സ് ഡിലീറ്റ് ആക്കുക എന്ന് മനസ്സിലാക്കുക. ബി സെറ്റിലെ എലമെന്റ്സ് ഡിലീറ്റ് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ആക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇത്ര എലമെന്റ്സ് ഡിലീറ്റ് ആക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5, 6, 7, 8 നമ്മൾ എഴുതാനേ പാടില്ല. ഓക്കെ, അപ്പൊ ബാക്കി എലമെന്റ്സ് ഏതൊക്കെയുള്ളത്? എന്താണ്? 5, 6, 7, 8 നമ്മൾ ഡിലീറ്റ് ആക്കിയ എലമെന്റ്സ് ആണ്, നമ്മൾ എഴുതാനേ പാടില്ല. ബാക്കി എലമെന്റ്സ് 1, 2, 3 തിരിച്ചു മറിച്ച് വരാം. എ മൈനസ് ബി എന്നുള്ളത് ബി മൈനസ് ആവാം. ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് എക്കാണ്, അതുകൊണ്ട് എ സെറ്റിലുള്ള എലമെന്റ്സ് ഡിലീറ്റ് ആക്കണം. ഇവിടെ ബിക്കാണ് മൈനസ്, അതുകൊണ്ട് ബി സെറ്റിലെ എലമെന്റ്സ് ആണ് നമ്മൾ മൈനസ് ആക്കിയത്. 1, 2, 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ്. എന്താണ് ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ്? ഓക്കെ, എന്താണ് ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് ഒന്ന് പറയാം. അതായത് എയും സെറ്റ് എ ആൻഡ് ബി ഈസ് നോട്ട് ജോയിന്റ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ജോയിന്റ് അല്ല. ഓക്കെ, ജോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കോമൺ എലമെന്റ്സ് ഇല്ല. എന്താണ് കോമൺ എലമെന്റ്സ്? സെറ്റ് എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഇല്ലാത്ത രീതിയിലുള്ള സെറ്റുകൾ. നോ കോമൺ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, കോമൺ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിലാണ് നമ്മൾ ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. എ യൂണിയൻ ബി, എ ഇന്റർസെക്ഷൻ ബി, ഡിഫറൻസ് ഓഫ് സെറ്റ്, ഡിസ്ജോയിന്റ് ഓഫ് സെറ്റ്സ്. ഇത് നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. ഒരു യൂണിവേഴ്സ് സെറ്റ് നമുക്ക് എഴുതാം. യു ഇസ് ഇക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് എ കോംപ്ലിമെന്റ്? എന്താണ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡിഫറൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇക്വേഷൻ? യു മൈനസ് എ. ഓക്കെ, യു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മൈനസ് വെക്കണം, എക്ക് ഫ്രണ്ടിലാണ് മൈനസ് വെക്കണം. സോ എയിലെ എലമെന്റ്സ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ? 1, 2, 3, 5, 6 ഇത്ര എലമെന്റ്സ് ഡിലീറ്റഡ് ആണ്. ബാക്കി എലമെന്റ്സ് എന്ന് വരും 4, 7, 8, 9, 10. ഇതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ആൾജിബ്ര എന്ന ഭാഗത്ത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇത്ര മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് 3 സെറ്റ് ഉണ്ട്. സെറ്റ് എ, ബി ആൻഡ് സി. ഇവിടെ 3 സെറ്റുകളാണ്, സെറ്റ് എ, ബി ആൻഡ് സി. അങ്ങനെ പറയുന്നത് കണ്ടീഷൻ ഇങ്ങനെയാണ്: എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, വേറെ കണ്ടീഷൻ പറയുന്നുണ്ട്: എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ യൂണിയൻ സി. അങ്ങനെ ഓപ്ഷൻസ് പറയുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഇസ് ഈക്വൽ ടു സി. ഓപ്ഷൻ ബി ഇസ് ഈക്വൽ ടു സി. ഓപ്ഷൻ സി A intersection B is equal to null set. Option D A is equal to B. Okay, ഇത് ഏത് ഓപ്ഷനാണ്? തന്നിരിക്കുന്ന രണ്ട് ഹിന്റുകൾ ഇതാണ്: എ ഇന്റർസെക്ഷൻ ബി, എ ഇന്റർസെക്ഷൻ സിയും തുല്യമാണെന്നാണ് പറയുന്നത്, ഇക്വലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ പറയുന്നത് എ യൂണിയൻ ബിയും എ യൂണിയൻ സിയും തുല്യമാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് റൈറ്റ് ആയിട്ട് വരുന്ന വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റൈറ്റ് ആണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഇതിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ സിമ്പിൾ ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ എലമെന്റ്സ്. ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന കോമൺ എലമെന്റ്സ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്. ഓക്കെ, എയിലും സിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സ്, ഇതാണ് എന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ എയിലും ബിയിലും കോമൺ എലമെന്റ്സും എയിലും സിയിലും കോമൺ എലമെന്റ്സും ഇവിടെ എങ്ങനെയാണ്? തുല്യമാണെന്ന് പറയുന്നത്. അതായത് എയിലും ബിയിലും എയിലും സിയിലുമുള്ള എലമെന്റ്സ് പരസ്പരം തുല്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നു എയിലും ബിയിലുമുള്ള ടോട്ടൽ എലമെന്റ്സ് ആണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ. എ യൂണിയൻ സി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എയിലും സിയിലുള്ള ടോട്ടൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഇതുപോലെ ചിന്തിക്കുക. എന്താണ്? എയിലും ബിയിലുമുള്ള ടോട്ടൽ എലമെന്റ്സും എയിലും സിയിലുമുള്ള ടോട്ടൽ എലമെന്റ്സും സെയിം ആണ്. അപ്പൊ കോമൺ എലമെന്റ്സും സെയിം ആണ്, ടോട്ടൽ എലമെന്റ്സും സെയിം ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എയും സിയും തുല്യമാകാമോ? എയും സിയും തുല്യമാകാൻ സാധിക്കില്ല. അങ്ങനെ നമുക്ക് നിബന്ധനയില്ല. ബിയും സിയും നോക്കാം. ബിയും സി എങ്ങനെയാണ്? ബിയും സി ആണ് ഇവിടെ തുല്യമായിട്ട് വരുന്നത്. വേറെ ഏത് ഓപ്ഷനും ശരിയാവില്ല. എ ഇന്റർസെക്ഷൻ ബി തെറ്റാണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എ ഈക്വൽ ടു ബി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പറയാൻ പറ്റുന്നത് എന്താണ്? ബി ഈക്വൽ ടു സി എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം എയിലും സിയും തുല്യമാണെന്ന് നമുക്ക് ഇത് മനസ്സിലായി. എ യൂണിയൻ സിയും എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് എ ഈക്വൽ ടു സി എന്ന് പറയാനേ പറ്റില്ല. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ബിയും സിയും തുല്യമാണെന്നാണ്. കാരണം ഇസിക്വൽ ടുവിന്റെ അപ്പുറം അപ്പുറം ഉള്ളത് ബി ആണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകണം. കാർഡിനാലിറ്റി. എന്താണ് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ? സെറ്റ് എയിലെ എലമെന്റ്സ് നമുക്ക് പറയാം. 1 2 3 4 7 8 ഇനിയാണ് സെറ്റ് എയിലെ എലമെന്റ്സ്. അങ്ങനെ n ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ. സെറ്റ് എയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ എന്താണ് n ഓഫ് എ എന്ന് പറഞ്ഞാൽ? അവിടെ 6 എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് കാർഡിനാലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുകയാണ്. ഓക്കെ, n ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ n ഓഫ് എ പ്ലസ് n ഓഫ് ബി മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, നമുക്ക് തിരിച്ചു മറിച്ചും പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറെ ഇക്വേഷൻ പഠിക്കുകയാണ്. ഓക്കെ, n ഓഫ് എ മൈനസ് ബി. ഓക്കെ, എന്ത് വരും? n ഓഫ് എ മൈനസ് n ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ക്വസ്റ്റ്യൻ രണ്ടും ഓർത്ത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വേറെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ n ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതായിരിക്കും. n ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ n ഓഫ് യു മൈനസ് n ഓഫ് എ. ക്വസ്റ്റ്യൻസ് നമുക്ക് പലതും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ജനറലായിട്ട് ഓർത്തിരിക്കുക, പഠിക്കുക. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. n ഓഫ് യു is equal to 700. n of a is equal to 200. n of b is equal to 300. n of a intersection b is equal to 100. അങ്ങനെയാണെങ്കിൽ എന്താണ് n of a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്? ഒരു ചെറിയൊരു ഭാഗം പറയട്ടെ. എന്താണ് ഡി മോർഗൻസ് ലോ? ഡി മോർഗൻസ് ലോ. ഓക്കെ, സെറ്റിൽ നമ്മൾ പഠിക്കുന്ന ഡി മോർഗൻസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പറയുന്നത് എ യു ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ പറയാം എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇതാണ് നമ്മൾ ഡി മോർഗൻസ് ലോയിൽ സെറ്റ് എന്നുള്ള ഭാഗത്ത് പഠിക്കുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയതുകൊണ്ട് ജസ്റ്റ് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞു പോയതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നത് n ഓഫ് യു വന്നിട്ടുണ്ട്, n ഓഫ് എ വന്നിട്ടുണ്ട്, n ഓഫ് ബി വന്നിട്ടുണ്ട്, n ഓഫ് എ ഇന്റർസെക്ഷൻ ബി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് n ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്? ഓപ്ഷൻസ് ഇങ്ങനെ പറയുന്നത്. ഓപ്ഷൻ എ 400, ഓപ്ഷൻ ബി 600, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി none of this. ഓക്കെ, എങ്ങനെ നമ്മൾ ചെയ്യും? നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് n ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇത് നമുക്ക് ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? അതായത് ഇതിനെ ഈ ഫോമിലേക്ക് മാറ്റാം അല്ലേ? അപ്പൊ എന്ത് വരും? n ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് മാറ്റാം. എന്താണ്? n ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് നമുക്ക് ഡി മോർഗൻസ് ലോ വെച്ച് മാറ്റാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. n ഓഫ് എ കോംപ്ലിമെന്റ് എന്താണ്? n ഓഫ് യു മൈനസ് n ഓഫ് എ നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ വരുന്നത് എങ്ങനെയാണ്? n ഓഫ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ n ഓഫ് യു മൈനസ് n ഓഫ് എ
യൂണിയൻ ബി. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് എ യൂണിയൻ ബി, എൻ ഓഫ് എ യൂണിയൻ ബി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പം വരും എൻ ഓഫ് യു മൈനസ് ബ്രാക്കറ്റ് ഉപയോഗിക്കുക എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, ഇവിടെ നമ്മൾ എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എന്താണ്? തന്നിട്ടുണ്ട് എൻ ഓഫ് യു 700. ഓരോരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മൈനസ് എൻ ഓഫ് എ എന്താണ്? ബ്രാക്കറ്റിനുള്ളിൽ 200 പ്ലസ് എൻ ഓഫ് ബി 300 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 100. ഓക്കെ, ചെയ്ത് വരുമ്പോൾ എന്തോരും? 500 മൈനസ് 100 400. അപ്പോൾ എന്തോരും? 700 മൈനസ് 300 അല്ലേ? 400 വരും അല്ലേ? ഓക്കെ, ഓപ്ഷൻ എന്താണ്? 300 ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഭാഗം വെൻ ടൈം സെറ്റ് റെപ്രസെന്റേഷൻ പഠിച്ചു. ഇത് നമ്മൾ റെപ്രസെന്റേഷൻ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യും? പടം വരച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും സെറ്റിനെ. അതാണ് വെൻ ടൈപ്പിൽ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് റെക്ടാങ്കിൾ ബോക്സ് വരയ്ക്കും. അതിന്റെ മേളിൽ ഇങ്ങനെ യു പോലെ എഴുതും. അതിനാണ് നമ്മൾ യൂണിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വെൻ ടൈപ്പിൽ. പിന്നെ സാധാരണ സെറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സർക്കിൾ ഉപയോഗിച്ചാണ്. വെൻ ടൈപ്പിന്റെ പ്രത്യേകത ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. The shaded region in the figure represent option A union B, option B A intersection B nato, A union B, option C B minus A, option D A minus B union B minus A. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന ഭാഗം പഠിക്കുന്ന ഒന്നായിരിക്കും. നമുക്ക് ഓരോന്നിൻ്റെയും വെൻ ഡയഗ്രം നല്ലൊരു ക്വസ്റ്റൻ ആണ്. കാരണം നമുക്ക് തിയറിറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതാണ്. ഇത് എ, ഇത് ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് ഉള്ള സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഇതായതുകൊണ്ട് ഇവിടെ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ഞാൻ അടുത്ത പടം ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പടം അല്ല അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ തെറ്റാന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എലമെന്റ്സ് ആണ് അല്ലേ? ടോട്ടൽ എലമെന്റ്സ് പറയുമ്പോൾ മൊത്തം ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ആ പടമല്ല നമുക്ക്, ആ പിക്ചറല്ല നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതും തെറ്റാണ്. ഇനി ബി മൈനസ്. എന്താണ് ബി മൈനസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ പറഞ്ഞു എ ഉണ്ട് ബി ഉണ്ട്. അതിനകത്ത് ഏതിന് മുമ്പിലാണ് മൈനസ് എന്ന് നോക്കുക. എയുടെ മുമ്പിലാണ് മൈനസ്. അപ്പൊ എ ഫുൾ എന്ത് ചെയ്യണം? ഡിലീറ്റ് ചെയ്യണം. എ ഡിലീറ്റ് ചെയ്താലും ബാക്കി എന്നുള്ള ബി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് ഭാഗം വരുള്ളൂ? ഇത്ര ഭാഗം ഉണ്ടാവുള്ളൂ. ബാക്കി ഇത് എന്താണ്? ഡിലീറ്റഡ് ആണ്. എ ഡിലീറ്റ് ആണ്. അപ്പോൾ ഇത് മാത്രം ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത് ഡി ഓപ്ഷൻ. ഇത് മനസ്സിലാക്കുക, ഇതല്ല ഈ പടം. ഓക്കെ, ഇനി അടുത്ത് മനസ്സിലാക്കുക എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഓക്കെ, എ മൈനസ് ബി. ഓക്കെ, എ മൈനസ് ബി എങ്ങനെയിരിക്കും? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ബി ആണ് ഇവിടെ ഡിലീറ്റ് ആവുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുള്ളൂ? എ എന്നുള്ള ഭാഗം മാത്രമാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. മേലത്തെ ഓപ്ഷനും താഴത്തെ ഓപ്ഷനും ഒന്ന് കമ്പയർ ചെയ്ത്. ഇത് രണ്ടുകൂടെയും ക്ലബ് ചെയ്യിപ്പിക്കുന്നതല്ലേ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഇത് എ മൈനസ് ബി, ഇത് എ മൈനസ് ബി, ഇത് ബി മൈനസ് എ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ടുകൂടെയും ക്ലബ് ചെയ്യിപ്പിക്കുന്നതല്ലേ ഈ പിക്ചർ എന്ന് പറയുന്നത്. അതായത് യൂണിയൻ ചെയ്യിപ്പിക്കുന്നതാണ് ഈ പടം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എന്ന് പറയുന്നത് ആണ് റൈറ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത് രണ്ട് ക്ലബ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് ദ ഷെയർഡ് റീജിയൻ റെപ്രസെന്റ് ദ ഫിഗർ ഗിവൺ ബിലോ? ഓപ്ഷൻ എ
P യൂണിയൻ Q മൈനസ് P ഇന്റർസെക്ഷൻ Q. ഓപ്ഷൻ ബി P ഇന്റർസെക്ഷൻ Q ഇന്റർസെക്ഷൻ R. ഓപ്ഷൻ സി P intersection Q intersection P intersection R. Option D P intersection Q union P intersection R. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുക ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഇവിടെ പിയിലും ക്യൂവും രണ്ട് സെറ്റാണ്. ഇത് പി ക്യൂ, പി എന്ന് പറയുന്ന സെറ്റ്, ഇത് ക്യൂ, ഇത് ആർ. അങ്ങനെയാണെങ്കിൽ പിയിലും ക്യൂവിലും എന്ത് എലമെന്റ് ഉണ്ട്? കോമൺ എലമെന്റ്സ് ഉണ്ട്. അതായത് പി ഇന്റർസെക്ഷൻ ക്യൂ ഓൾറെഡി ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പി ഇന്റർസെക്ഷൻ ക്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് മനസ്സിലാക്കാം, പിയിലും ആറിലും എങ്ങനെയാണ് കോമൺ എലമെന്റ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താ പറയാം, പി ഇന്റർസെക്ഷൻ ആറും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിയിലും ക്യൂ ആറിലും കോമൺ എലമെന്റ് ഉണ്ട്. അതുപോലെ പിയിലും ക്യൂവിലും കോമൺ എലമെന്റ് ഉണ്ട്. ഓക്കെ, അത് രണ്ടുമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ക്ലബ് ചെയ്തേക്കാണ് അല്ലേ? ഇത് രണ്ടും ചെയ്തേക്കാണ്, ക്ലബ് ചെയ്തേക്കാണ്, യൂണിയൻ ചെയ്തേക്കാണ്. ക്ലബ് ചെയ്യാന്ന് യൂണിയൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട്. ബാക്കി എല്ലാ ഓപ്ഷനും നമ്മൾ നോക്കി വെറുതെ സമയം കളയേണ്ട. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വന്നിരിക്കുന്നത്.